ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ പോർച്ചുഗലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സൗത്ത് അമേരിക്കൻ കരുത്തരായ കൊളംബിയയും പോർച്ചുഗലും തമ്മിൽ നടന്ന മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മത്സരത്തിൽ കൊളംബിയയാണ് മികച്ച പ്രകടനം നടത്തിയത്. പലപ്പോഴും നല്ല ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് പോർച്ചുഗലിനെ വിറപ്പിക്കാൻ കൊളംബിയക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ മത്സരത്തിൽ ഗോളുകൾ ഒന്നും പിറന്നില്ല. മത്സരത്തിൻ്റെ അവസാനത്തിൽ കൊളംബിയ ഒരു ഗോൾ നേടിയിരുന്നു. ദൗർഭാഗ്യവശാൽ അത് ഓഫ് സൈഡായി മാറി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചിട്ടുള്ളത്. മത്സരത്തിൽ 24 ഷോട്ടുകൾ എടുക്കാൻ കൊളംബിയക്ക് കഴിഞ്ഞിട്ടുണ്ട്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ് കൊളംബിയക്കുണ്ട്. അതുപോലെ തന്നെ പോർച്ചുഗൽ 13 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. ടാർഗറ്റിലേക്ക് കേവലം 2 ഷോട്ടുകൾ മാത്രമാണ് ഉള്ളത്. ഓപ്പോസിഷൻ ബോക്സിലെ ടച്ചുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ 35 ടച്ചുകൾ കൊളംബിയ നടത്തിയിട്ടുണ്ട്. കേവലം 14 ടച്ചുകൾ മാത്രമാണ് പോർച്ചുഗൽ നടത്തിയിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് ഗോൾസിലേക്ക് വന്നാൽ 1.63 ആണ് കൊളംബിയയുടെ XG. അതേസമയം 0.69 ആണ് പോർച്ചുഗലിൻ്റെ ഒരു XG. ഇങ്ങനെ നോക്കുമ്പോൾ പോർച്ചുഗലിനേക്കാൾ മികച്ച രൂപത്തിൽ ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് അത് കൊളംബിയ തന്നെയാണ്. അവരുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും പോർച്ചുഗലിന്റെ ഡിഫൻസ് പതറിപ്പോവുകയും ചെയ്തിരുന്നു. പക്ഷേ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതോടുകൂടി കൊളംബിയ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 7 പോയിന്റുമായി കൊളംബിയക്ക് 1-ാം സ്ഥാനം. 2-ാം സ്ഥാനത്താണ് പോർച്ചുഗൽ ഉള്ളത്. 5 പോയിന്റുമായി പോർച്ചുഗൽ 2-ാം സ്ഥാനത്താണ്. 4 പോയിന്റുള്ള കോങ്കോ ഇപ്പോൾ 3-ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അടുത്ത റൗണ്ടിൽ പോർച്ചുഗലിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ക്രൊയേഷ്യയാണ്. ജൂലൈ 3-ാം തീയതി പുലർച്ചെയാണ് ഈ മത്സരം നടക്കുക. പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ കഴിയുക. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടും കോങ്കോയും തമ്മിൽ ഏറ്റുമുട്ടും. കോങ്കോയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഇനി കൊളംബിയയും ഗാനയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ജൂലൈ 4-ാം തീയതി രാവിലെയാണ് കൊളംബിയയും ഗാനയും തമ്മിലുള്ള മത്സരം നടക്കുക. ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതോടുകൂടി അർജന്റീനയും അതുപോലെ തന്നെ പോർച്ചുഗലും തമ്മിൽ ക്വാർട്ടർ ഫൈനൽ നടക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ മിക്കവാറും പോർച്ചുഗലിന്റെ എതിരാളികളായിക്കൊണ്ട് വരിക സ്പെയിൻ ആയിരിക്കും. ഒരു കടുത്ത പരീക്ഷണമായിരിക്കും അവർക്ക് അവിടെ നേരിടേണ്ടി വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.